ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം മുത്തുമണികളെ. അപ്പോൾ ഇന്നത്തെ ദിവസം അൽഹംദുലില്ലാ പടച്ചവൻ്റെ കൃപ കൊണ്ട് പറഞ്ഞു എഴുന്നേക്കാൻ കഴിഞ്ഞ് അപ്പോൾ നമ്മളിതാ എണീക്കുകയാണ്. ഉണർന്ന് എണീച്ച് ഇൻഷാ അല്ലാഹ് അപ്പം ഇനി വേഗം പരിപാടികളൊക്കെ തീർത്ത് പരിപാടിക്ക് ഇറങ്ങാനുള്ള പരിപാടി നോക്കട്ടെ. കോളെല്ലാം മായും നേരം പങ്കായും മെല്ലെ വീശി നീ നിന്റെ തോണിയിലേറി പോരാമോ നല്ലൊരു നാളിൽ ഓമൽ പൂത്താലിയുമായി അന്നെൻ്റെ പൊന്നരയൻ നീ. അപ്പോൾ നമ്മളിതാ ചായ കുടിക്കാൻ വേണ്ടിയിരുന്നു. നമ്മൾ ദോശയും മുതിരക്കറിയും കടൻ കാപ്പി, പിന്നെ ഇത് അച്ചാർ ഇന്നലെ നമ്മുടെ പാണക്കാട് ബിഷർ അലി ഷാവ് തങ്ങളെ കൊണ്ടാക്കാൻ പോയപ്പോൾ തങ്ങളെ വീട്ടിൽ തങ്ങളെ ബീവിത്ത ഉണ്ടാക്കിയതാണ്. ഇത് മറന്നു പോയിരുന്നു കേട്ടോ. അത് ഇന്നലെ തങ്ങളെ കൊണ്ടാക്കാൻ പോയപ്പോൾ തങ്ങൾ തന്ന സംഭവമാണ്. അൽഹംദുലില്ലാ വലിയ സന്തോഷമായി. മാഷാ അല്ലാ. ഇത് തങ്ങളെ പാണക്കാട്ടെ ഫാമിലി പേര് ചെയ്ത് കണ്ടില്ലേ, നല്ല ഭംഗിയില്ല മാഷാ അല്ലാ. ഗ്ലാസ്സാണ്. അപ്പോൾ അതിൽ ഞാൻ ഇതിലായിരുന്നു ഒഴിച്ചത്. കാപ്പി ഇതിലേക്ക് വെച്ച് ഫസ്റ്റ് കുടിക്കുകയാണ്. അൽഹംദുലില്ലാ വലിയ സന്തോഷമായി കിട്ടിയപ്പോൾ മാഷാ അല്ലാ. അപ്പോൾ ഇതാ നമ്മൾ എണ്ണടിച്ചിട്ടോ. എണ്ണടിച്ച് കഴിഞ്ഞു. പഠിക്കുന്നതിന് മുമ്പ് എടുക്കാൻ പറ്റില്ല. ഓക്കെ, ഇനിയിപ്പോൾ വേഗം പരിപാടിയിലേക്ക് എടുക്കട്ടെ. ഓക്കെ, ഞങ്ങൾ ഈ റോട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ടോ. ഇന്നലെ ഞങ്ങൾ ഇവിടം വരെ വന്ന് നിർത്തിയ സ്ഥലമായിരുന്നു. അപ്പോൾ തിരിച്ചിങ്ങോട്ട് തന്നെ പോവാണ്. അവിടുന്ന് വേറെ റോഡ് പോകുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് അങ്ങോട്ടേക്കുള്ള റോഡിൽ പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് തിരിച്ചു പോകാൻ എടുക്കാം. വെള്ളമുണ്ടെന്നുള്ളിലേക്ക് പോയിട്ട് സ്ഥലമാണ്. കല്ലോടിയാണ് സ്ഥലം. കല്ലോടി ഭാഗങ്ങളാണ് കളക്ഷൻ ചെയ്യുന്നത് കേട്ടോ. മാത്രമേ ഈ രോഗം അവരൊക്കെ പറഞ്ഞതുപോലെ കണ്ടിട്ട് റെയിം കാർഡ് ഈ അവസ്ഥ കേട്ടിട്ട് എന്താ പറയുക, അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് സങ്കടത്തോടെ. അല്ല, ഞങ്ങളൊരു ഏരിയയിൽ എത്തിയപ്പോഴേ ഈ കല്ലോടിന്ന് ഉള്ളിലേക്ക് വന്നിട്ടുള്ള ഒരു ഏരിയ അവിടെ നിന്നാണ് കണ്ടതൊക്കെ. കാരണം അതിശയിച്ചു പോവുമല്ലോ, അങ്ങനത്തെ ഒരു രോഗമല്ലേ. അവസ്ഥ കേട്ടിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരു രംഗമാണ് ഇപ്പോൾ കണ്ടത്. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്നു. മറന്നുപോയത് കേട്ടോ. നമ്മൾ നല്ല വിശപ്പായിരുന്നു. പിന്നെ കഴിഞ്ഞതാ കഴിച്ച് ചോറൊക്കെ തന്നു. അവർക്ക് എടുത്തു വെച്ച കടയത്തെ ഒരു വനിതാ മെസ്സായിരുന്നു. അവർക്ക് എടുത്തു വെച്ച ഫുഡൊക്കെ ഞങ്ങൾക്ക് തന്നു. ഭക്ഷണം കഴിച്ചു. ആ വീടുകൾ കളക്ഷൻ എടുക്കാൻ വേണ്ടി തുടങ്ങി. മാഷാ അല്ലാ. ഇതാ ഇസാൻ പോകട്ടോ. ഞങ്ങൾ കളക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് വേണ്ടിയിട്ട് പൈസ തരാൻ വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. പേര് കറക്റ്റ് പറഞ്ഞെടുക്ക്. ഇസാൻ മോഹൻ. മാഷാ അല്ലാ. അപ്പോൾ ജസാക്കല്ലാ, താങ്ക് യു കേട്ടോ. അളിയനാണത്. ഭാഗങ്ങളിങ്ങനെ എടുത്തോണ്ടിരിക്കുക. ഇങ്ങനെ റോഡ് പോകുന്നുണ്ട്. അതുപോലെ ഒരു ചർച്ച ഉണ്ട് പള്ളീൻ്റെ അവിടെ. ഇങ്ങനെ റോഡ് പോകുന്നുണ്ട്. ഈ വീട്ടിലും ആ വീട്ടിലൊന്നും ആളില്ല. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാൻ നോക്കട്ടെ. ഓക്കെ, ചേച്ചി ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം അവിടെ മേലെ നിൽക്കാൻ തുടങ്ങിയിട്ട് വന്നപ്പോൾ പൈസ തന്നു. അവിടുത്തെ സ്ഥലത്തെത്തി. നമ്മെ സഹായിക്കാതിരിക്കില്ല. രോഗമെന്നത് എപ്പോഴെങ്കിലും വരാം. എന്നിട്ടും നമ്മെ പടച്ചുകൊണ്ടുവരാൻ സംരക്ഷിക്കുന്ന ഞാൻ ഈ വീട്ടിൽ കയറി നോക്കട്ടെ. നല്ലവരായ പറഞ്ഞെടുത്ത വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ചേച്ചി ഇതുണ്ട് നമ്മളാ റെയിംകാരുടെ ചികിത്സാ ഫണ്ടിലേക്കാണ്. ഈ ഭാഗങ്ങളിലുണ്ടല്ലോ, ഞങ്ങളിപ്പോൾ ഒരു 4-5 വീടുകൾ അടുപ്പിച്ച് കയറിയിട്ട് നോക്കുമ്പോൾ വീട്ടിലൊന്നും ആളുകളില്ല. ഈ ഭാഗങ്ങളിലത് നമ്മുടെ കല്ലോടി കുറച്ചുള്ളിലേക്കുള്ള ഒരു ഏരിയ. ഒരുപാട് വീടുകളിൽ ആളില്ല. അടുത്ത വീട് പോയി നോക്കാം. സ്ഥലത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പറഞ്ഞ പോലെ കുറച്ച് വീടുകൾ കാണുന്നുണ്ട്. കുറച്ച് ചോട്ടാ ഫ്രണ്ട്സുകളെ കണ്ട്. ഹായ്, എല്ലാവരും ഹായ് പറ. ഹായ്. എൻ്റെ പേരെന്താ? ഐഷാൻസി. ഐഷു. എൻ്റെ പേരോ? മോളുവാ. മാഷാല്ലാ. മോള് വിളിച്ചെന്ന് വിളിക്കുക. എൻ്റെ പേരോ? ഇനി ഐഷ. എൻ്റെ പേരോ? പേരില്ല. എനിക്ക് നാണായി പോയിട്ടോ ചങ്ങായേ. ഐഷക്കുട്ടില്ലേ? പോട്ടെ കേക്ക പോട്ടെ. ഇവരുണ്ടല്ലോ ഈ പണിക്കാർ. ഞങ്ങൾ പോകുന്നോടത്തുനിന്ന് ഞങ്ങൾ ഇപ്പോൾ അങ്ങോട്ട് ശ്രദ്ധിച്ചില്ലായിരുന്നു. പോകുന്നോടത്ത് ഞങ്ങളെ വിളിച്ചിട്ട് തന്നാ കേട്ടോ. മാഷാല്ലാ, നല്ല മനുഷ്യന്മാരെ വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക്. അങ്ങനെ ചിലവർ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. നമ്മളെ വിളിച്ചിട്ട് പൈസ എടുത്തു വെക്കും. അനൗൺസ്മെൻറ്റ് കേട്ടിട്ട് നല്ല ആളുകൾ. എന്തായാലും
കുറച്ചോൻ്റെ കാര്യം ഉണ്ടാകട്ടെ അവരെ മേലെ. ആ പണീൻ്റെ ഇടയിലൊക്കെ പൈസ കൊടുക്കാനുള്ളൊരു അനൗൺസ്മെൻറ്റ് കേട്ടിട്ടേ മനസ്സിൽ തട്ടുകൊണ്ടാണല്ലോ. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്നത്തെ പരിപാടി സ്റ്റോപ്പാക്കിയിട്ടുണ്ട്. നേരത്തെ സ്റ്റോപ്പ് ചെയ്ത സമയത്ത് എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ തിരിച്ചതാ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ നിർത്തിയത് ഇവിടെ പള്ളിക്കൽ 2-4 ആ ഭാഗങ്ങളിലായിരുന്നു. അങ്ങനെ ബാക്കിയുള്ള സ്ഥലത്തിന് ഇപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ വന്നിട്ട് കളക്ഷൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ കാണാം. ബൈ.